സച്ചിയുടെ വണ്ടിയിൽ ഗജേന്ദ്രനാണ് കഞ്ചാവ് വെച്ചതെന്നുള്ള കാര്യം രേവതിക്ക് അറിഞ്ഞുകൊണ്ടും സച്ചിയോട് പറയാത്തതിൻ്റെ ദേഷ്യത്തിൽ അന്ന് രാത്രി സച്ചി കള്ളു കുടിച്ചുകൊണ്ട് വരികയാണ്. നിൽക്കാൻ പോലും വയ്യാണ്ട് ആടി ആടി വരുന്ന സച്ചിയെ കാണുമ്പോൾ ചന്ദ്രയോട് സ്തുതി ചോദിക്കുന്നുണ്ട്, ഇവനിതാ ഇന്നും കുടിച്ചിട്ടാണോ വന്നിരിക്കുന്നതെന്ന്. ഇതിപ്പോൾ ഒന്ന് നിർത്തിയതായിരുന്നു, വീണ്ടും അവൻ തുടങ്ങിയെന്ന് ചന്ദ്രയും പറയുന്നുണ്ട്. അല്ല ആൻറ്റി, സച്ചി കുടിച്ചിട്ടാണോ വന്നിരിക്കുന്നതെന്ന് ശ്രുതിയും ചോദിക്കുകയാണ്. അങ്ങനെ കയറി വരുമ്പോൾ ഇതൊക്കെ കണ്ട് രേവതി അങ്ങോട്ട് വരികയാണ്. എന്താ സച്ചിയേട്ടാ ഇത്, വാ നമുക്ക് റൂമിലോട്ട് പോവാ എന്ന് രേവതി പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, നീ എൻ്റെ കൈ വിട്, നീ എന്നെ തൊട്ടു പോരുതെന്ന് പറഞ്ഞ് രേവതി അങ്ങ് തള്ളി മാറ്റിയാണ്. നീ എൻ്റെ ജീവിതത്തിലോട്ട് എന്ന് വന്നു, അന്ന് എൻ്റെ ജീവിതം നശിച്ചതാണെന്നൊക്കെ പറഞ്ഞ് രേവതി അങ്ങ് കുറ്റപ്പെടുത്തുകയാണ്. അങ്ങനെ സച്ചി കുടിച്ചിട്ട് പറയുന്നുണ്ട്, ഇവരെന്താ ഇവിടെ നിൽക്കുന്ന എൻ്റെ കാറിൻ്റെ ഉള്ളിൽ, ഇറങ്ങിപ്പോടാ എന്ന് സുധിയോട് പറയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇത് കാറല്ല നമ്മുടെ വീടാണെന്ന് പറയുന്നുണ്ട്. ഓഹോ, വീടാണോ, അതെനിക്ക് മാറിപ്പോയതാണ്. പിന്നെ ഇവനുണ്ടല്ലോ ഈ സുധി, ഇവന് 50 ലക്ഷം രൂപ കൊണ്ട് ഓടിപ്പോയില്ലെങ്കിൽ എന്ന് പറയാൻ വരുമ്പോഴേക്ക് നമ്മുടെ സച്ചിക്ക് അങ്ങ് പറയാൻ കിട്ടുന്നില്ല. തൊണ്ട ഇങ്ങനെ എന്തോ പ്രശ്നമാവുകയാണ്. വീണ്ടും വീണ്ടും പറയാൻ ശ്രമിക്കുമ്പോഴും ചന്ദ്രയുടെ മുഖം ഇങ്ങനെ മാറുന്നുണ്ട്. ശ്രുതി അതൊക്കെ അറിയോ എന്നുള്ള ഒരു ടെൻഷനിലാണ് ചന്ദ്ര നിൽക്കുന്നത്. ശ്രുതിക്കായിട്ട് ചന്ദ്ര ബദാം പാലിൽ കുങ്കുമപ്പൂവൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും, അതിലങ്ങ് കൈയിടുകയാണ് സച്ചി. എന്നിട്ട് നല്ല പോലെ ഒന്ന് കൈയിട്ട് അത് വായിൽ വെക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അയ്യേ എന്ന് പറയാണ്. എന്താണ് നീ കാണിച്ചത്? അത് പറയലും സച്ചി ആ പാലെടുത്ത് അങ്ങ് കുടിക്കുകയാണ്. നീ എന്ത് പണിയാ കാണിച്ചത്? അത് ശ്രുതിക്കായിട്ട് ബദാം പാലില് കുങ്കുമപ്പൂവൊക്കെ ഇട്ട് വെച്ചതാണ്. ഓഹോ, ഈ പൗഡർ ഇടുന്ന പെൺകുട്ടിക്കുള്ളതാണോ ഈ പാല്? സച്ചിയുടെ ഈ പ്രവൃത്തിയൊക്കെ കണ്ട് രേവതി സങ്കടത്തോടു കൂടി നിൽക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും സച്ചിയെ വിളിക്കുന്നുണ്ട്. സച്ചിയുടെ വാ, നമുക്ക് റൂമിൽ പോയിട്ട് ഇരുന്ന് എന്താ സംസാരിക്കുക എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഈ സമയത്ത് രേവതി അങ്ങ് തള്ളുന്നുണ്ട്. അങ്ങനെ പിന്നീട് രവി വരികയാണ്. രവി വരുമ്പോൾ സച്ചി രവിയുടെ അടുത്തോട്ട് അച്ഛ എന്ന് വിളിച്ച് ചെല്ലുകയാണ്. രവി ചോദിക്കുന്നുണ്ട്, നീ കുടിച്ചോടാ എന്ന് ചോദിക്കുകയാണ്. ആ അച്ഛ, അമ്മയുടേതാ ബദാം പാലിൽ കുങ്കുമപ്പൂവൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കുടിച്ചു എന്ന് സച്ചി പറയാണ്. ഇത് കേൾക്കുമ്പോൾ രവി പറയുന്നുണ്ട്, നിന്റെ അടുത്ത് ഞാൻ ചോദിച്ചത് കള്ള് കുടിച്ചോ എന്നാണ്, അത് കുടിച്ചോ എന്നല്ല. ആ അച്ഛ, ഞാൻ കുടിച്ചു, എനിക്കിന്ന് ഒരുപാട് സങ്കടമുണ്ട്. ഇവള് എല്ലാ കാര്യം എന്നിൽ നിന്നും മറച്ചു വെച്ചു. ആ ഗജേന്ദ്രനാണ് എൻ്റെ വണ്ടിയിൽ കഞ്ചാവ് വെച്ചെന്ന് ഇവൾക്ക് അറിയായിരുന്നു. ഇവളൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഇവൾ കാരണം എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, എൻ്റെ കാറ് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെടാൻ കാരണം ഇവളാണെന്നൊക്കെ പറയണം. അങ്ങനെ രവി പറയുന്നുണ്ട്, നീ പോയി റൂമിൽ പോയിരുന്നേ എന്ന് പറഞ്ഞ് സച്ചി അങ്ങ് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ രേവതി സച്ചിയോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കല്ലേ അതിൻ്റെ മോശത്തരം. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കണ്ടിട്ടാണ് ഇവരെന്നെ ബഹുമാനിക്കുന്നത്. ഇവർക്ക് എന്നെ ഒരു വിലയുമില്ല. നിങ്ങളുടെ ഓരോ പ്രവൃത്തി കാരണമല്ലേ ഇന്നലെ കല്യാണം കഴിഞ്ഞ് വന്നതാണ് ശ്രുതി. അവളുടെ മുൻപിൽ നിങ്ങൾ എത്ര താഴ്ന്നു എന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ എന്തെങ്കിലും എൻ്റെ അടുത്ത് പറയാനുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ റൂമിൽ വന്ന് സംസാരിച്ചോ. ഇനി നിങ്ങൾക്ക് ദേഷ്യം മാറിയിട്ടില്ലെങ്കിൽ എന്നെ 2 തല്ലിക്കോ, എന്നാലും കുഴപ്പമില്ല. മറ്റുള്ളവരുടെ മുൻപിൽ ഇങ്ങനെ കള്ളു കുടിച്ച് വന്ന് നിങ്ങൾ തരം താഴരുത് എന്ന് പറയാണ്. നടന്നതിൻ്റെ കുറ്റബോധത്തിൽ സച്ചി ഇതെല്ലാം കേട്ട് നിൽക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് പുറത്ത് രവിയും നിൽക്കുന്നുണ്ട്. അങ്ങനെ ചന്ദ്രയും സുധിയും ശ്രുതിയും കൂടെ ഒക്കെ ഇരുന്നിങ്ങനെ സംസാരിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ ജോലിയുടെ കാര്യമൊക്കെ ഇങ്ങനെ ശ്രുതിയോടും അമ്മയോടും സംസാരിക്കുകയാണ്. എന്തായാലും ഇനിയിപ്പോൾ ജോലിക്ക് പോയല്ലേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഞാനാണെങ്കിൽ ബിസിനസ് എന്തെങ്കിലും തുടങ്ങാമെന്നൊക്കെ കരുതിയതാണ്, ഇനിയിപ്പോൾ അതിനൊന്നും പറ്റില്ല. ഇനിയിപ്പോൾ കിട്ടിയ ജോലിക്ക് പോവാം, അത്ര തന്നെയെന്ന് ശ്രുതി പറയുമ്പോൾ ശ്രുതിയുടെ മുഖം ഒന്ന് വാടുന്നുണ്ട്. ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട ജോലിക്കല്ല പോകുന്നതെന്ന് ശ്രുതിക്കൊരു സംശയം. ഈ സമയത്തായിരിക്കും അമ്മയെ കാണാൻ പോയിട്ട് രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരിക്കാം. രേവതിയെ കാണുമ്പോൾ രേവതി ഇങ്ങ് വാ എന്ന് പറഞ്ഞ് ചന്ദ്ര വിളിക്കുകയാണ്. നീ എങ്ങോട്ടാ പോയിരുന്നേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തോട്ട് പോയതാണെന്ന് രേവതി പറയാണ്. സുധി അതാ ജോലി കഴിഞ്ഞ് വന്ന് ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. ഈ സമയത്തൊരു ജ്യൂസ് കൊടുക്കാൻ പോലും ഇവിടെ ആരും ഇല്ലേ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ രേവതി ശ്രുതിയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. നീ പോയി സുധിക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്ത് വന്നേ എന്ന് പറയാണ്. ഇത് കേട്ട് രേവതി പറയുന്നുണ്ട്, ശ്രുതി അടുക്കളയിൽ ഫ്രിഡ്ജിലുണ്ട് പഴങ്ങളിരിക്കുന്നു, പിന്നെ മിക്സിയുടെ ജാറ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്, അലമാരയിൽ പഞ്ചസാരയും ഉണ്ട്. നീ നിന്റെ ഭർത്താവിന് ജ്യൂസ് എടുത്ത് കൊടുക്കെന്ന് പറഞ്ഞ് രേവതി ഒരൊറ്റ പോക്ക് പോവാണ്. ചന്ദ്ര വിളിക്കുന്നുണ്ടെങ്കിലും രേവതി നിൽക്കുന്നില്ല. അവളോട് പറഞ്ഞ കാര്യം നിന്നോടാണോ പറയുന്നതെന്ന് ഇങ്ങനെ ചന്ദ്ര ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? ആൻറ്റി, ഞാൻ പോയിട്ട് സുധിക്ക് ജ്യൂസ് എടുക്കാമെന്ന് പറയാണ്. വേണ്ട വേണ്ട, മോൾ അവിടെ ഇരുന്നോ, ഞാൻ പോയിട്ട് ജ്യൂസ് എടുത്ത് വരാമെന്ന് പറഞ്ഞ് ചന്ദ്ര അടുക്കളയിലോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയും സുധിയും കൂടെ റൂമിൽ ഇരുന്നിങ്ങനെ സംസാരിക്കുകയാണ്. ശ്രുതിയുടെ പഴയ ഫോട്ടോസൊക്കെ ശ്രുതിക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് ഏത് പ്രായത്തിലെടുത്ത ഫോട്ടോയാണ് ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ ഇതെനിക്കൊരു 7 വയസ്സാവുമ്പോൾ എടുത്ത ഫോട്ടോയാണെന്ന് പറയാണ്. ഈ ഡ്രസ്സ് നിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഉണ്ടെങ്കിൽ
എന്നാ അതൊന്നും ഇടാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് ശ്രുതി ഇങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകളൊക്കെ പറഞ്ഞിങ്ങനെ ചിരിക്കുകയാണ്. ഈ സമയത്ത് ഡോറ് തുറന്നിട്ടിരിക്കുകയായിരിക്കും. ആ വഴിക്ക് രേവതി വരുന്നുണ്ടായിരിക്കും. ഇത് കാണുമ്പോൾ രേവതി ഒന്ന് നോക്കും, എന്നിട്ടൊന്ന് തല താഴ്ത്തി രേവതി അങ്ങ് പോവും. എന്നാൽ ഇത് കണ്ട് ചന്ദ്ര വരികയാണ്. അങ്ങനെ ശ്രുതി എന്ന് വിളിക്കുകയാണ് ശ്രുതിയെ. അങ്ങനെ ശ്രുതി പുറത്ത് വരുമ്പോൾ ശ്രുതിയോട് പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഡോർ അടച്ചിരിക്കണം കേട്ടോ. രേവതി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അവളുടെ ഭർത്താവ് ഇങ്ങനെയൊന്നും അല്ലല്ലോ, അവളോട് സ്നേഹമായിട്ടൊന്നല്ലല്ലോ പെരുമാറുന്നത്. അപ്പോൾ എൻ്റെ മക്കളെ അവൾ കണ്ണു വയ്ക്കും, അതുകൊണ്ട് നിങ്ങൾ ഡോർ അടച്ചിരിക്കണം കേട്ടോ എന്നിങ്ങനെ പറയാണ്. ഇതെല്ലാം നമ്മുടെ പാവം രേവതി ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരിക്കും. വളരെ സങ്കടത്തോടു കൂടി രേവതി അടുക്കളയിലോട്ട് പോവുമായിരിക്കും. അങ്ങനെ പിന്നീട് ചന്ദ്രയും ശ്രുതിയും കൂടെ എങ്ങനെ സംസാരിക്കുകയായിരിക്കും. അമ്മയ്ക്ക് ഡാൻസ് കളിക്കാൻ അറിയോ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ചോദിക്കുകയായിരിക്കും. ആ, ഞാൻ ഡാൻസൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഭരതനാട്യം പഠിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ പിന്നീട് ശ്രുതി പറയും, എന്നാൽ നമുക്കൊന്ന് ഡാൻസ് കളിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയുടെയും ശ്രുതിയുടെയും അടിപൊളി ഡാൻസ് ആണ് കേട്ടോ. ചന്ദ്ര നന്നായിട്ട് ഡാൻസ് കളിക്കുകയായിരിക്കും. ശ്രുതിയേക്കാളും കൂടുതൽ നന്നായി ഡാൻസ് കളിക്കുന്നത് ചന്ദ്രയായിരിക്കും. അങ്ങനെ രണ്ടുപേരും പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കുകയാണ്. അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന രേവതി എന്തോ സൗണ്ട് കേട്ട് പുറത്തോട്ട് വരുമ്പോഴായിരിക്കും നമ്മുടെ ചന്ദ്രയുടെ നല്ല അടിപൊളി ഡാൻസ് കാണുന്നത്. അത് കണ്ട് രേവതി എങ്ങനെ നോക്കി നിൽക്കുകയാണ്. ചന്ദ്ര നന്നായിട്ട് ഡാൻസ് കളിക്കുമ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. കുറേ നേരം രേവതി ഇങ്ങനെ ചന്ദ്രയെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ പരസ്പരം മാറി മാറി ശ്രുതിയും ചന്ദ്രയും ഡാൻസ് കളിക്കുകയാണ്. പിന്നീട് ചന്ദ്ര പറയുന്നുണ്ട്, അയ്യോ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് ചന്ദ്ര അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ശ്രുതി പറയുന്നുണ്ട്, അമ്മ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ, എന്നേക്കാൾ കൂടുതൽ കളിക്കുന്നുണ്ട് എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയാണ്. പിന്നെ ഞാൻ കോളേജിലൊക്കെ നല്ല പോലെ ഡാൻസ് കളിച്ചിരുന്നു എന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ പറയാണ്. ഇവിടെ വന്നപ്പോൾ പിന്നെ ഒന്നുമില്ല, മാത്രമല്ല ഒരുപാട് നാളായിട്ട് കളിക്കാത്ത കാരണം പെട്ടെന്ന് കളിച്ചപ്പോൾ വല്ലാത്തൊരു ക്ഷീണം കിതപ്പൊക്കെ തോന്നുകയാണെന്ന് ചന്ദ്ര പറയാണ്. അപ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ ചന്ദ്രയെ നോക്കി നിൽക്കുകയായിരിക്കും. രേവതി പറയുന്നുണ്ട് ചന്ദ്രയുടെ അടുത്ത്, നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ അമ്മേ എന്ന് പറയണം. ഓ, അതെനിക്കറിയാം, ഇനിയിപ്പോൾ നീയായിട്ട് എന്നോട് പറയണ്ട എന്ന് ചന്ദ്ര രേവതിയോട് ഇങ്ങനെ പറയാണ്. എന്നാൽ ശ്രുതി രേവതിയോട് ചോദിക്കുന്നുണ്ട്, രേവതി നിനക്ക് ഡാൻസ് കളിക്കാൻ അറിയോ എന്ന് ചോദിക്കുകയാണ്. അയ്യോ എനിക്ക് ഡാൻസ് ഒന്നും അറിയില്ലേ എന്ന് രേവതി പറയാണ്. പിന്നെ അവൾക്കുണ്ടോ ഡാൻസ് അറിയുന്നു, ഭരതനാട്യമൊക്കെ പഠിക്കണമെങ്കിൽ അതിനൊരു കഴിവും സിദ്ധിയൊക്കെ വേണം, അതൊന്നും അവൾക്കില്ല. അവൾക്കറിയാം ഡാൻസ്. ഇപ്പം ഉണ്ടല്ലോ ഒരു ഡാൻസ്, ഡപ്പാങ്കൂത്തോ എന്തോ പാട്ട് വെച്ചിട്ട് ആ ഡാൻസിനോട് തുള്ളിക്കളിക്കുമായിരിക്കും. ഇതൊന്നും അവളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയണം. നീ പോയിട്ട് എനിക്കൊരു ജ്യൂസ് എടുത്ത് വന്നേ എന്ന് പറയാണ്. മൂസമ്പി ജ്യൂസ് ആയിക്കോട്ടെ എന്ന് ചന്ദ്ര പറയുമ്പോൾ, അമ്മേ മൂസമ്പി ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്, ഞാൻ ചായ എടുത്താലോ എന്ന് പറയാണ്. ഓ, ഞാൻ പറയുന്നതിൻ്റെ വിപരീതമാണല്ലോ നീ ചെയ്യുകയല്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്തിട്ട് വാ, വേഗം എടുത്ത് വരണം എന്ന് പറഞ്ഞ് രേവതിയെ അടുക്കളയിലോട്ട് പറഞ്ഞു വിടുകയാണ്. തലേ ദിവസം ഡാൻസ് കളിച്ച് മേലൊക്കെ ഒന്ന് ഇളകിയപ്പോൾ ചന്ദ്രയുടെ മേലും കൈയൊക്കെ ഭയങ്കര വേദന. അങ്ങനെ പിന്നെ രേവതി പറയുന്നുണ്ട്, അമ്മേ എല്ലാ ദിവസവും യോഗ ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കൊന്ന് തടി കുറയ്ക്കുകയും ചെയ്യാം, ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കുറയും എന്ന് പറഞ്ഞ് ചന്ദ്രയെ പിടിച്ച് യോഗ ചെയ്യാൻ ഇരുത്തുകയാണ്. അങ്ങനെ പുതിയ വേഷത്തിലൊക്കെ ആയിരിക്കും ചന്ദ്ര വരുന്നുണ്ടായിരിക്കുക. പാൻറ്റും ടോപ്പൊക്കെ ഇട്ട് ചന്ദ്ര യോഗ ചെയ്യുമായിരിക്കും. ഈ സമയത്ത് അങ്ങോട്ടേക്ക് രവി കയറി വരുന്നുണ്ടായിരിക്കും. രവി ചന്ദ്രയെ കാണുമ്പോൾ ഞെട്ടാണ്. ചന്ദ്ര ഇങ്ങനെ നാണത്തോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താ രവിയേട്ടാ നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അല്ല, ഞാൻ കരുതി നീ വല്ല തെങ്ങിലും കയറാൻ പോവാണെന്ന്. നിങ്ങളെന്നെ കളിയാക്കിയതാണോ? അല്ല, നിൻ്റെ ഈ വേഷം കണ്ട് പറഞ്ഞതാണ്. അത് പിന്നെ ഇന്നലെ എൻ്റെ ഡാൻസ് കളിച്ചപ്പോൾ എൻ്റെ മേലും കൈയൊക്കെ ഒന്ന് ഇളകിയപ്പോൾ ഭയങ്കര ശരീരവേദന. അപ്പോൾ ശ്രുതി എൻ്റെ അടുത്ത് പറഞ്ഞു യോഗ ചെയ്താൽ അതൊക്കെ മാറുമെന്ന്. അപ്പം ഞങ്ങൾ യോഗ ചെയ്യായിരുന്നു എന്ന് പറയണം. ഓ, യോഗയൊക്കെ ചെയ്യുന്നത് കൊള്ളാം. ആ രവിയേട്ടാ, ഇന്നലത്തെ ആ ഡാൻസ് കളി കുറച്ച് ഓവറായിരുന്നു, ഒരുപാട് നേരം കളിച്ചില്ലേ? അതെ, എനിക്കും തോന്നിയിരുന്നോ നീ ഓവറാവുന്നുണ്ടെന്ന്. അതെന്തേ രവിയേട്ടൻ എന്നെ ഒന്ന് ആക്കിയതാണോ? അയ്യോ, ഞാൻ ആക്കിയതൊന്നല്ലേ എന്ന് രവി പറയുന്നുണ്ട്. കണ്ടോ മോളെ, ഇവിടെ ഇവരൊന്നും എന്നെ പ്രോത്സാഹിപ്പിക്കാനില്ല. ഞാൻ ഡാൻസ് കളിക്കുന്നുണ്ടെന്ന് പറയുന്നത് തന്നെ ഇവർക്കിഷ്ടമല്ല. ഇവിടെ എന്നെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല, എൻ്റെ ഭർത്താവ് പോലും ഇല്ല എന്ന് ചന്ദ്ര പറയാണ്.